അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ബലിപെരുന്നാളിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് കാലം മക്കളില്ലാതെ അദ്ദേഹം ഒരുപാട് വിഷമിക്കുകയും അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിനൊരു മകനെ കൊടുത്തു. ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അള്ളാഹു കൊടുക്കുകയും ആ മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകണമെന്ന് സ്വപ്നത്തിലൂടെ അള്ളാഹു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം കൊടുക്കുന്നു. അതനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനോട് ഈ വിഷയം അവതരിക്കുന്നു. മഹാനവറുകളുടെ മകൻ അത് സർവാത്മന അത് അംഗീകരിക്കുന്നു. അതിനുവേണ്ടി അവർ രണ്ടുപേരും തയ്യാറാകുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഈ ചരിത്രം വിശദീകരിച്ചതുകൊണ്ട് സൂറത്ത് സ്വാഫാത്തിൽ 100 മുതൽക്കുള്ള ആയത്തുകളിൽ ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ മഹാനവറുകൾ സ്വപ്നം കാണുന്നു, അത് തൻ്റെ മകനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഈ ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി രണ്ടുപേരും അവിടെ അതിന് സർവാത്മന തയ്യാറാകുന്നു. ഖുർആൻ പറയുന്നു, ഫലമ്മ അസ്ലമ വ തല്ലഹു ലിൽ ജബീൻ. അവർ രണ്ടുപേരും അത് അനുസരിക്കുകയും വ തല്ലഹു ലിൽ ജബീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ കമിഴ്ത്തി കിടത്തുകയും ചെയ്തു. ഉടനെ തന്നെ ഖുർആൻ പിന്നീട് പറയുന്നുണ്ട്, അപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ ഭാഗത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഇത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ നിങ്ങൾ 100% നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾ ഈ ആടിനെ അറുത്തുകൊണ്ടതിൻ്റെ മാംസം വിതരണം ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പറയുകയും ആ ആടിനെ അറുത്തുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്കൊക്കെ അതിൻ്റെ മാംസം വിതരണം ചെയ്യുകയും ചെയ്ത ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചരിത്രത്തെ തുടർത്തിക്കൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു സംഭവം. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനെ കിടത്തി നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മഹാനവറുകളെ അറുക്കുന്നു. എത്ര അറുക്കാൻ ശ്രമിച്ചിട്ടും കഴുത്ത് മുറിയുന്നില്ല. അങ്ങനെ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടാണോ എന്ന് കരുതിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൊട്ടടുത്തുണ്ടായിരുന്ന പാറപ്പുറത്ത് കത്തിക്ക് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി പാറപ്പുറത്ത് കത്തി ഒന്ന് വെച്ചപ്പോഴേക്ക് ആ പാറ 2 കഷ്ണമായി പിളരുന്നു. അപ്പോൾ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കഴിയുന്നില്ല. നഊദു ബില്ലാ. പച്ചക്കളവാണ് ഈ ചരിത്രം. നമ്മൾ പലരും ഈ ചരിത്രം ഇപ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു ചരിത്രം എവിടെ നിന്നാണ് വന്നത്? ഖുർആൻ പറയുന്നു, അവർ രണ്ടുപേരും അതിന് തയ്യാറായി. അതോടുകൂടി അവരിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഇവിടെ ഖുർആൻ ആ ചരിത്രത്തെ അവസാനിപ്പിക്കുമ്പോൾ ഈ ചരിത്രം പിന്നെ എവിടെ നിന്ന് കിട്ടി? നമുക്കറിയാം, പഴയ കാലങ്ങളിൽ ഒരുപാട് ഇസ്ലാമിക ചരിത്രകാരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പല എഴുത്തുകാരും ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ കഥയിൽ കൂടുതൽ വായനക്കാരെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുവഴി തങ്ങളുടെ പുസ്തകങ്ങൾ കൂടുതൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒരുപാട് തള്ളുകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ പേരിൽ അവർ എഴുതി തള്ളി വിട്ടിട്ടുണ്ട്. അത്തരം ഒരു കെട്ട് കഥയാണ് സത്യത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ചരിത്രം. ഇബ്രാഹിം നബിയോട് അലൈഹിസ്സലാം മകൻ്റെ കഴുത്തിൽ കത്തി വെച്ചതും കത്തി മുറിയാത്തതും പാറ 2 കഷ്ണമായി, ഇതൊക്കെ പച്ചക്കളവാണ് സുഹൃത്തുക്കളെ. ഇതുപോലെ തന്നെ ഇവർ ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇവർ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഖുർആനിൽ വിശദമായി പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ വക ഒരുപാട് മസാലകൾ ആ ചരിത്രത്തിലും ഇവർ കടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കാലങ്ങളിൽ ഈ കാലത്ത് വളരെ കുറവാണ്. മുൻപൊക്കെ നമ്മുടെ നാടുകളിൽ സജീവമായിരുന്ന ഒരു സംഭവമായിരുന്നു കഥാപ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം. ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിമിക്രിയൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിൽ സജീവമായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അത്തരം സദസ്സുകളൊന്നുമില്ല. ഈ ചരിത്ര പുസ്തകങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് ഈ ചരിത്രത്തെ പറഞ്ഞുകൊണ്ട് ചരിത്ര കഥാപ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് ഇത്തരം കെട്ടുകഥകളൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഇവരിൽ നിന്നാണ് ഞാനടക്കം ഇത്തരം സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മളത് പിന്നീട് ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നു. പക്ഷേ അത്തരം ചരിത്രങ്ങളൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിഞ്ഞു. കാരണം ഇതുപോലെ ഒരുപാട് കിതാബുകൾ, പച്ചക്കളവുകൾ, തള്ളുകൾ മാത്രം എഴുതിവിട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഒരു പുസ്തകം ചരിത്രങ്ങൾക്ക് ഒരു പിൻബലമുള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. അറബിയിൽ ഒരു പുസ്തകം എഴുതിയതുകൊണ്ട് അത് ഇസ്ലാമുമായി ബന്ധമുള്ളതാണ്, അത് ആധികാരികമാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മളതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുക തന്നെ വേണം.
അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ആ കിതാബുകളെ ഏറ്റുപിടിച്ചുകൊണ്ട് പിൽക്കാലത്ത് കഥാപ്രസംഗം എന്ന രൂപയിൽ നമ്മുടെ നാടുകളിലൊക്കെ സജീവമാകുകയും ആ കഥകളെ മുഴുവനും ഇവർ കെട്ടഴിച്ചു വിടുകയും ചെയ്തു. ഇതാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളിൽ ഇതുപോലെ അവരുടെ വകയായിട്ട് കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെയൊക്കെ ഈ വിധം ഭീകരന്മാരാക്കിയിട്ടും അതുപോലെ തന്നെ പ്രവാചകന്മാരെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കുന്ന ആളുകളൊക്കെ ഇത്തരം ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും തന്നെ അത്തരം ചരിത്രങ്ങൾ നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ചരിത്രങ്ങളെ കൃത്യമായിട്ട്, ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാനും അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.